നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട് തന്നെയാണ് നമ്മൾ പ്രധാനമായി ഇനി സംസാരിക്കാനുള്ളത്. വയനാടിന് കൈത്താങ്ങാകാൻ വ്യത്യസ്ത ചലഞ്ചുകളുമായി മൂന്നാറിലെ യുവജന സംഘടനകളും രംഗത്തെത്തിയിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആലുവ ചാലഞ്ച് നടത്തിയപ്പോൾ എവൈഎഫ് പ്രവർത്തകർ കൂപ്പൺ ചലഞ്ച് നടത്തിയാണ് പണം കണ്ടെത്തുന്നത്. വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ മൂന്നാറിലെ യുവജന സംഘടനകളും സജീവമായി രംഗത്തുണ്ട്. ആലുവ ചലഞ്ച് സംഘടിപ്പിച്ച് ലഭിക്കുന്ന പണം ഡിവൈഎഫ്ഐ പ്രവർത്തകർ സർക്കാരിന് കൈമാറും. ഇതിനായി ടൗണിൽ സ്റ്റാളുകൾ സജ്ജമാക്കിയാണ് കച്ചവടം. 1/2 കിലോ അലുവ പാക്കറ്റിന് 250 രൂപയാണ് വില. இன்றைய தினம் அலுவா சேலஞ்ச் என்ற ஒரு சேலஞ்சை ஏற்றெடுத்து இதில் வரக்கூடிய முழுமையான தொகையை வயநாட்டிலே பாதிப்படைந்த குடும்பங்களுக்கு வீடுகள் கட்டி கொடுப்பதற்கு இந்திய ஜனநாயக வாலிபர் சங்கம் ஏற்றெடுத்திருக்கக்கூடிய அந்த கேம்பெயினுக்கு இதிலிருந்து கிடைக்கக்கூடிய அனைத்து லாபங்களையும் கொடுப்பதற்கு மூணார் பிளாக் கமிட்டியின் தலைமையிலே இந்த அலுவா சேலஞ்சு நடைபெறுகிறது. இதை வெற்றி பெற செய்ய வேண்டும் என இந்த பகுதியில் இருக்கக்கூடிய தோட்டம் தொழிலாளிகளையும் வாகன ஓட்டிகளிலும் வர்த்தக அன்பர்களையும் அனைத்து சகோதர சகோதரிகளையும் கேட்டுக்கொண்டு விடைபெறுகிறோம். എഐവൈഎഫ് സംസ്ഥാന കമ്മിറ്റി ദുരിതബാധിതർക്കായി 10 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ഇതിനായി കൂപ്പൺ ചലഞ്ചിലൂടെ പണം കണ്ടെത്തുകയാണ് ലക്ഷ്യം. 50 രൂപ മുടക്കി ആർക്കും കൂപ്പൺ സ്വന്തമാക്കാം. ഉത്രാട ദിനത്തിൽ നടത്തുന്ന നറുക്കെടുപ്പിൽ ആകർഷകമായ സമ്മാനങ്ങൾ വിജയികൾക്ക് ലഭിക്കും. ചുമ്മാതെ കാശ് കേട്ട് വാങ്ങുന്നതിനെക്കാട്ടി സംബന്ധിച്ചോളം ഒരു കൂപ്പൺ കൊടുക്കുമ്പോൾ അപ്പോൾ ഇതിക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഒരു മനസ്സ്, അതായത് വയനാട്ടിലുള്ള മക്കളെ ഹെൽപ്പ് പണ്ടർക്ക് വേണ്ടി ഒരു മനസ്സ് കാട്ടുവാങ്ങായിരിക്കും ഇല്ല. അപ്പോൾ ലക്കി ഡ്രോ ആർക്കും വിളിച്ചില്ല, എനിക്ക് വിളിക്കില്ല, ചിലപ്പോൾ അമർഷയ്ക്ക് വിളിക്കില്ല, ആർക്കും വിളിക്കാൻ കരുത്തില്ല, ചിലപ്പോൾ ആർക്കും വിളിക്കാമോ പുറമെ പോകണതാ കരുത്. ഇപ്പോൾ ലോട്ടറി അടിക്കാൻ ഇല്ല. ஆனால் நம்ம ஒரு மனசு ஒரு 50 ரூபா எரிச்சிடும் அந்த மக்களுக்கு வேண்டி ஒரு உதவிகரமாக கொடுக்கிறதுக்கு വേണ്ടി നമ്മൾ തീരുമാനിച്ചു പോകേണ്ടത്. യുവജന സംഘടനകൾ നടത്തുന്ന ചലഞ്ചിന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ന്യൂസ് 18 വയനാട്.